ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ എന്തായിട്ടാണ് വന്നതെന്നല്ലേ, ഇന്ന് എൻ്റെ കൃഷിയും ഫ്രൂട്ട്സും ഞാൻ കാണിക്കാം. ഫ്രൂട്ട്സിൻ്റെ ചെടികളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാം കാണിക്കാം. ചിലതൊക്കെ വിളഞ്ഞ് നിൽക്കുകയാണ്, അത് പറിച്ചും നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ കൃഷിത്തോട്ടത്തിലോട്ട് പോകാം. തന്നെ നമുക്ക് വെണ്ടയ്ക്ക എടുക്കാം. ഇത് വേറെ സൈസ് വെണ്ടയ്ക്കയാണ്, ഇതിൽ 1-2 ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി വെണ്ടയ്ക്കയോടെ പറിച്ച് നമുക്ക് പാത്രത്തിലോട്ട് ഇടാം. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും വെണ്ടയ്ക്കയാണ് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. അന്നേരം നമുക്ക് ബാക്കി സാധനങ്ങളെ ഈ പ്ലേറ്റിൽ പറിച്ചെടുക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പറിച്ചങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് ഈ പാത്രം നിറയെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങൾ കാണിക്കാം. ഇത് വഴുതനങ്ങയാണ്, നമ്മൾ ഇന്നലെ പറിച്ചെടുത്തായിരുന്നു ഇതിൻ്റെ കായകൾ. അപ്പോൾ ഇതിനകത്ത് വഴുതനങ്ങ ഇല്ല, അതുകൊണ്ടിപ്പം വഴുതനങ്ങയുടെ ചെടി മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതെല്ലാവർക്കും അറിയായിരിക്കും, ഇത് അനാറാണ്. വേറൊരു തൈയും ഉണ്ട് കേട്ടോ, ഇതും അനാറാണ്. ഇത് കോവയ്ക്കകളാണ്, ഇതിനകത്ത് കോവയ്ക്കയുണ്ട്. നമുക്ക് കോവയ്ക്ക ഒന്ന് പറിച്ചെടുക്കാം. കുറച്ച് ഇതേ ഉള്ളൂ, അതായത് നമുക്ക് പറിച്ചെടുക്കാം. ഒരെണ്ണം താഴെ പോയത് നമുക്കിപ്പോൾ എടുക്കാം. ഇത് ചീരയാണ്, ഒരു സൈസ് ചീരയാണത്. ആദ്യം ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ കഴിഞ്ഞ വട്ടം എല്ലാ ചീനിയും എടുത്ത് അടുത്ത ചീനി ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നട്ടയാണ്. 2 കമ്പ് വെച്ചാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇത് മുരിങ്ങയിലയാണ്. ഇഷ്ടംപോലെ വാഴയുണ്ട്, കപ്പയുണ്ട്. ഒന്നും അറിയത്തില്ല, ചിലയിടത്ത് ചീനിന്ന് വിളിക്കും, കപ്പയെന്നൊക്കെ വിളിക്കും. ഫ്രണ്ടിൽ പോയി ബാക്കിയുള്ളത് പറിച്ചെടുക്കാം. അടുത്ത പച്ചക്കറിയാണിത്. ഇതിനകത്ത് കാ വന്നിട്ടില്ല. ഇതിന് കൈപ്പക്കയെന്നും പറയും, പാവയ്ക്കയെന്നും പറയും കേട്ടോ. തീ വഴുതനങ്ങ പറിച്ചെടുക്കാം. ഫുള്ള് നമുക്ക് പറിച്ചെടുക്കാം. പിന്നെ കൃഷി വളർത്തുന്നതിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം. പിന്നെ ഇത് പയറാണ് കേട്ടോ. പിന്നെ കരിയാപ്പല. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയത് ഇത്രയാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീട്ടിലെ പച്ചക്കറികളും ഫ്രൂട്ട്സും. പിന്നെ ഇവിടെ കൊക്കക്കായും ജാതിക്കയും ഉണ്ട്. പിന്നെ ചെടികൾ നിങ്ങളെ ഞാൻ കാണിച്ചതാണ്. അപ്പം എല്ലാവരും വീട്ടിൽ കൃഷി വളർത്തുക, നമുക്ക് ഫ്രഷായ പച്ചക്കറികൾ കഴിക്കാം. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നമ്മൾ വെളിയിൽ നിന്ന് അങ്ങനെ അധികം വാങ്ങിക്കത്തില്ല, ഇല്ലാത്ത കുറച്ച് പച്ചക്കറികൾ മാത്രമേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. ഇന്ന് നമുക്ക് ഇത്രയും പച്ചക്കറികളാണ് കിട്ടിയത്. അപ്പോൾ ബൈ, അടുത്ത കൃഷി വീഡിയോയിൽ കാണാം.